ഗൈസ് എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് എൻ്റെ നമ്മുടെ അറിയാലോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അതിൻ്റെ ഫോട്ടോഷൂട്ടാണ്. പുറത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഫാമിലി അങ്ങനെ ആരുമില്ല, ഞാൻ മാത്രം സിംഗിൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത സാധനം അല്ലായിരുന്നു നേരത്തെ. ഇതിപ്പോൾ ഇന്നലെ കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ, പെട്ടെന്ന് എടുക്കുക. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഫോട്ടോഗ്രാഫറിനെയും ഈ പറയുന്ന കേക്കും ഇവൻസൊക്കെ ഞാൻ ഇന്നലെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഔട്ട്ഫിറ്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് മാച്ചായിട്ടുള്ള ആണ് കേക്കും ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല വരുന്നത്. സോ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 5-6 മണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡിയാൻ പോകുന്നു. രാവിലെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എന്നെ ശിവ മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നു. അപ്പോൾ ഇനിയും മേക്കപ്പ് ഒന്നുമില്ല. ഓൾറെഡി എൻ്റെ മുഖത്ത് നല്ല മേക്കപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതേ ഹെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒന്ന് ഇരിക്കട്ടെ, ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഹെയർ ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ ആദ്യം ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വരാം. ഗൈസ്, ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഫുള്ളും കാണിച്ചു തരാം. ഞാൻ ഇതുവരെ ഇടാത്തൊരു ഔട്ട് ഡ്രസ്. അപ്പോൾ നമുക്ക് ഹെയർ ചെയ്യാം. മേക്കപ്പ് കുറച്ചും കൂടെ ചെയ്യാണ്ട്. ഇത് രാവിലെ ചെയ്ത മേക്കപ്പാണ്. അപ്പോൾ അവൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇതിന് കുറച്ചും കൂടെ നല്ല ബ്ലഷ് ഒക്കെ എന്തോ കഴുത്ത് ഇറങ്ങി പോകുന്നു. ഏത് ഡ്രസ്സ് ഇട്ടാലും എൻ്റെ കഴുത്ത് ഇങ്ങനെയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഹെയർ ചെയ്യാം. ബാ ശിവ, നാളെ കൂടി നിൽക്കാൻ വാടില്ല. ചേർന്ന് ചേർന്നിപ്പോ എൻ്റെ അടുത്ത് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഹായ് ഗൈസ്, ഹെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടിന് ശേഷം വരാം. ഹായ് ഗായ്സ്, ഫൈനലി ഇതേ ഹെയർ ഒക്കെ ചെയ്ത് തന്നു ശിവ. വാവ്, നൈസ്, സൂപ്പർ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഹെയർ സ്റ്റൈൽ എപ്പോഴും ഒരേ പാറ്റേൺ പിടിക്കരുതെന്ന്, അല്ലേ ശിവ? അതുകൊണ്ട് നിങ്ങൾ മാറ്റി പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ശിവയ്ക്ക് എല്ലാ ഹെയർ സ്റ്റൈലും പറയും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കിത് മതി, എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് നമ്മൾ വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഒന്ന് പിടിച്ച് കാണിച്ചേ. കമ്മലിടാണ്ട്, ഈ കമ്മൽ കൊടുക്കാണ്ട് സ്റ്റഡാണ് ഇരുന്നത്. ഞാൻ കട്ട് ചെയ്തേ. സ്റ്റഡ് കൊടുക്കാൻ ഒരുപാട് ഓവർ ആയി കഴിഞ്ഞാൽ ബോറാം. അത് നമ്മളൊരു പീസ് വാങ്ങിയത് സ്റ്റോൺ മാത്രമുള്ളത് അത് കൊള്ളൂലേ? ഏതാ? വൈറ്റ് ഇല്ല, ഈ ഡ്രസ്സിന്റെ കൂടെ സിമ്പിളാണ് നല്ലത്. കാരണം ലിപ്സ്റ്റിക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, ഹെയർ ഫ്രണ്ട്ലി കൊടുക്കുന്നുണ്ട്. എല്ലാം മറ്റേ ഓവറാവും. എനിക്കിഷ്ടമല്ല പൊതുവെ. മേക്കപ്പും കുറച്ച് നല്ലതായിട്ട് കൂടുതൽ ചെയ്തില്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടമായോ? ദേവി ഇത് താഴെ ഓവർ മേക്കപ്പ് എന്ന് പറയില്ല. പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ചിലപ്പോൾ എന്നെ ഓവർ മേക്കപ്പിൽ കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും പറയില്ല കേട്ടോ ഓവറാണെന്ന്. എനിക്കൊന്ന് ഈ ഒരു നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ മീൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് കയറുന്നതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. നേരിട്ട് പക്ഷെ പറയില്ല എടാ, കറക്റ്റ് ആണില്ല. നോക്കി, നമ്മൾ വെലോറ തെറാപ്പിയിലാണ് നിൽക്കുന്നത്. ഞാൻ വെലോറ തെറാപ്പിയെ പറ്റി പറയുന്നത് ഡെക്കറേഷൻ ചെയ്തേക്കാം. ഡയലോഗ് പറഞ്ഞിട്ട് കുടിച്ച പോലെ എന്താ പറഞ്ഞു? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. കേക്ക് കട്ട് ബലൂൺ അങ്ങ് പൊട്ടിച്ചാൽ നമുക്ക് എടുത്ത് വെക്കാൻ നോക്കാനുണ്ട്. ഓക്കെ, റെഡി? 3, 2, 1 ഗോ. ഹലോ ഗൈസ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. അയ്യോ വേണ്ട, കത്തി വേണ്ട, കൈ തന്നെ മതി. മുടി വരെ തെറിച്ചു വരുന്നു. നല്ലത് കൊണ്ടിട്ട് പോളെ കേട്ടോ.